വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാ വീക്കെൻഡ്സും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മാജിക് പ്ലാന്റിലായിരിക്കും കേട്ടോ. മാജിക് പ്ലാന്റിൻ്റെ കാർഡ് എടുത്തേ പിന്നെ എപ്പോഴും മാജിക് പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2-3 തവണ പോയത് മിർഡിഫ് സിറ്റി സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മോൾ അതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കരുതി അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ബോറടിക്കും. സെയിം റൈഡ്സും സെയിം ഗെയിംസും തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കരുതി മാജിക് പ്ലാനറ്റുള്ള ഓരോരോ മോൾസ് ആയിട്ട് നമുക്ക് കാർഡിൽ പോയിന്റ് തീരണവരെ അങ്ങനെ പോകാമെന്ന് കരുതിട്ടോ. അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച വോഫി മോളിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഈജിപ്ഷ്യൻ തീമുള്ള ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മോളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടുമില്ല. എങ്കിൽ പിന്നെ ഫസ്റ്റ് ടൈം അവിടെ വിസിറ്റും ചെയ്യാൻ നിച്ചുവിന് മാജിക് പ്ലാനറ്റിൽ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാമല്ലോ എന്നോർത്ത് പോവാണ്. പക്ഷേ ഇത് കണ്ടോ, പാടകൊണ്ടാരം ബ്ലോക്ക് ആയിരുന്നു. ആ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ വോഫി മാളിൽ എത്തി, കാർ പാർക്ക് ചെയ്ത് പകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള മോൾസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ മോളാണ്, പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് സമാധാനപരമായിട്ട് എല്ലായിടത്തും നടക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് കയറി ചെന്ന് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെട്ടത് ഈ ഒരു പിരമിഡ് ഷേപ്പിലുള്ള ഇൻറ്റീരിയർ ആണ് കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയാം കാണാൻ. ഭയങ്കര ഒരു വൈറ്റ് തീമിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ സൈഡിലെല്ലാം ഓരോ പില്ലറിൻ്റെ അവിടെ ഇങ്ങനെ എന്തോ ഫറവോ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെ എന്തോ സംഭവമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈജിപ്ഷ്യൻ ആ ഒരു സംഭവം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. മോഡേൺ എന്നതിലുപരി ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് എൻറ്റയർ മോളും ഇൻറ്റീരിയർ കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. മിക്ക മോൾസിലും അങ്ങനെ ഇരിക്കാൻ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കുറേ മോൾസിലാകുമ്പോൾ നമ്മൾ കുറേ നടന്ന് ക്ഷീണിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് കരുതിയാൽ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ സമയം കളയാത്ത നേരെ മാജിക് പ്ലാനറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു ഗോസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം കണ്ടത്. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും നമ്മൾ മോൾസിലെ ബഹളം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പീസ് ഫീൽ ആയിരുന്നു. അങ്ങനെ നമ്മൾ മാജിക് പ്ലാനറ്റിന്റെ സൈൻ ബോർഡ് കണ്ടു കേട്ടോ. മാജിക് പ്ലാനറ്റും വോക്സും തൊട്ടടുത്താണ് ഇവിടെ. അതെന്തായാലും കുറച്ച് കൺവീനിയന്റ് ആയിരിക്കും. കാരണം കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ വലിയ പിള്ളേരാണെങ്കിലേ അത് നടക്കുള്ളൂ കേട്ടോ. മാജിക് പ്ലാന്റ് കണ്ടതിന്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പം നിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മാജിക് പ്ലാന്റും വോക്സും അടുത്തടുത്താവുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ പിള്ളേരാകുമ്പോൾ നമുക്ക് അവരെ മാജിക് പ്ലാന്റിൽ അവരെ എക്സ്പ്ലോർ ചെയ്തോളും. നമുക്ക് വോക്സ് കയറി മൂവ് എന്താണെന്ന് വെച്ചാൽ കാണുകയും ചെയ്യാം.
അങ്ങനെ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലപോലെ ടയേർഡായി, നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലിട്ട് പോകാമെന്ന് കരുതി നിന്നപ്പോൾ നിച്ചു പറഞ്ഞു നിച്ചുവിന് നാച്ചോസ് വേണമെന്ന്. അങ്ങനെ വോക്സിൻ്റെ അവിടെ നിന്ന് തന്നെ നാച്ചോസ് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ബാക്കി നമുക്ക് ഫുഡ് കോർട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവം വീണ്ടും കണ്ടു കേട്ടോ. ആക്ച്വലി എനിക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഇതായ ഒരു വാഫി ഗോമറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. അത് അകത്ത് കയറി കാണാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 10:30-11 മണി ആയിട്ടുണ്ടായിരുന്നു. കാരണം 12 മണി വരെ ഉള്ളൂ മോള്. അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിച്ച് നമുക്ക് ഇറങ്ങണം. അങ്ങനെ നമ്മളിത് ഫുഡ് കോർട്ട് എത്തി. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര വലിയ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്റ്റാർബക്സ് ഉണ്ട്, പിന്നെ പപ്പ ജോൺസിൻ്റെ ഒരു പിസ്സ, അങ്ങനെ 2-3 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു സ്റ്റാർബക്സിൻ്റെ ഒരു കോഫി, ഒരു കാപ്പിച്ചീനോ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു ആൽമണ്ട് ക്രോയിസൻ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ നിച്ചു നാച്ചോസ് കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവൻ പറഞ്ഞു അവന് പിസ്സ വേണമെന്ന്. അങ്ങനെ നമ്മൾ പിസ്സയും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി പിസ്സയായിരുന്നു. അങ്ങനെ എൻ്റെ കാപ്പിച്ചീനോ ആൻഡ് ആൽമണ്ട് ക്രോസൻറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് കാപ്പിച്ചീനോ എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ എപ്പോഴും കഴിക്കുന്ന വിത്തൗട്ട് ഷുഗർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആൽമണ്ട് ക്രോസൻറ്റ് എനിക്കിഷ്ടമാണ് സ്റ്റാർബക്സിൻ്റെ, പക്ഷേ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഫ്രഞ്ച് ബേക്കറിയിൽ നിന്ന് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കഴിച്ച ആൽമണ്ട് ക്രോസൻറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇത് അത്രയില്ല എങ്കിലും എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അത്രയായിട്ട് വിശപ്പൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ. ഇത് അവരുടെ ലേറ്റസ്റ്റ് നല്ല മൂവിങ് ഉള്ള പിസ്സയാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരെന്തുമായിരുന്നു അത് ഞാൻ മറന്നുപോയി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചുകൂടെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ഷോപ്പിംഗ് ഏരിയയിലോട്ടൊന്നും പോയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ഷോപ്പ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന പോലെ അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളും വേറെ 2-3 പേര് മാത്രമല്ലാതെ വേറെ ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. മേ ബി ടൈം ലേറ്റ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് കണ്ട് താഴെ എല്ലാം പോയി വന്നു, തിരിച്ച് മേളി വന്നു. വീണ്ടും കുറേ ഷോപ്പുകൾ ഇങ്ങനെ കണ്ടു. നമുക്കധികം എനിക്ക് ഈ കമ്പനിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ബ്രാൻഡഡ് ആണോ അതോ നോർമൽ ഷോപ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴി ഇതാ മുമ്മൂസ കണ്ടു. അതെനിക്കറിയായിരുന്നു, പക്ഷെ കയറാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. സോ നമ്മളിപ്പോൾ ഇനി നേരെ താഴെ ചെന്ന് പാർക്കിങ്ങിൽ പോയി കാർ എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.